നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ കാലത്ത് തന്നെ രണ്ടുപേരും കൂടെ? ഇനി എന്താ എന്നെ ചോദ്യം ചെയ്യാനാണോ? ഓ അത് ശരി. അപ്പൊ ഇതുവരെ അത് മറന്നില്ലല്ലേ? അതെന്നല്ല, ഒന്നും ഞാൻ മറക്കത്തില്ല ദത്ത. അല്ല, അച്ഛയും നായരും കൂടെ എന്നോട് പിണങ്ങി ഇവിടുന്ന് യാത്ര പോലും പറയാതെ പോയിട്ട് ഇപ്പൊ പിണക്കൊക്കെ മാറിയോ? പിണക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നല്ലോ മുത്തശ്ശി. വേണ്ട വേണ്ട, വലിയ പുന്നാരം ഒന്നും വേണ്ട. പോലീസ് മുറയൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് അകത്തേക്ക് വരാമെങ്കിൽ ഇയാള് വന്നാ മതി. ഓ ഉത്തരവേ. ഇതൊന്ന് കുടിച്ച് മനസ്സ് തടുപ്പിച്ചിട്ട് രണ്ടാളും അകത്തോട്ട് വാ. അത് ന്യായം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ ദത്തൻ സാർ ലീവ് എടുത്ത് നേരെ ഇങ്ങ് വന്ന് മുത്തശ്ശിയെ കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളെന്ന്. എന്റെ മക്കളെ പിണങ്ങി പോയി എന്ന് പറയുന്നല്ലേ എന്തൊരു സങ്കടമായിരുന്നു. നീ ഒന്ന് പോടി, ഒരു പരദൂഷണക്കാരി വന്നിരിക്കുന്നു. അല്ല, ആദിക്കുട്ടൻ എവിടെ? അവൻ കാലത്ത് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ആവശ്യത്തിന് പോയതാ. യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിനോ? എങ്ങോട്ടാ പോയത്? അവന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്കെന്നാ പറഞ്ഞ. എന്നാലും ഇത്രയും കാലത്ത് അവനെ പറഞ്ഞയക്കണ്ടായിരുന്നു. അതും എന്തിനാ എങ്ങോട്ടാന്നൊക്കെ വ്യക്തമായിട്ട് ചോദിക്കാതെ. അതിനെന്താ, അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, പോയിട്ട് വരട്ടെന്നേ. ആ എന്താ മുത്തശ്ശി ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യല്? ദത്തൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാക്കി തരാം. എന്നാ പിന്നെ മുത്തശ്ശിയുടെ മാമ്പഴ പുളിശ്ശേരിയും അവിയലും തന്നെ ആയിക്കോട്ടെ. നല്ല പുളിശ്ശേരി കഴിച്ച കാലം മറന്നു. അത് ദത്തേട്ടൻ എനിക്കിട്ടൊന്ന് വച്ചതാണല്ലോ. എന്തായാലും ഗുരുവിന്റെ അത്രയും വരില്ലല്ലോ ശിഷ്യ. അത്രയും വന്നില്ലെങ്കിലും വായിൽ വെച്ച് കൂട്ടാവുന്ന പരുവത്തിലൊക്കെ ഉണ്ടാക്കാം അല്ലേ മുത്തശ്ശി? അത് ശരിയാ. പിന്നെ ഇതുവരെ ഞാൻ കൊള്ളാവുന്നൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കേ, ഞങ്ങൾ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. പാടി. ഞാനും വരാം മുത്തശ്ശി. എന്താ തെറ്റേട്ടാ? നീ ആദ്യം ഒന്ന് വിളിക്കേ, എന്നിട്ട് എവിടാന്ന് ചോദിക്കേ. വിളിക്കേ. ഹലോ, നീ എവിടെയാടാ? ഞാനിവിടെ കൊല്ലത്താ. കൊല്ലത്തോ? അതെ, കൊല്ലത്ത്. എന്താടാ അവിടെ? എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ചേച്ചി. ഏയ് ഒന്നുമില്ലടാ, വെറുതെ വിളിച്ചതാ. ശരിടാ, നീ ഫ്രീ ആവുമ്പോ വിളിക്കേ. ആ അവൻ കൊല്ലത്താണെന്നല്ലേ പറഞ്ഞേ? എന്താ തെത്തേട്ടാ? ആ ഒന്നുമില്ല, നീ ചെല്ല്. ഹലോ സാർ. ശരവണ, ഞാനിപ്പോൾ തന്റെ ഫോണിലേക്ക് ഒരു നമ്പർ അയക്കാം. ആ നമ്പർ ഇപ്പോൾ എവിടെയാന്ന് ട്രേസ് ഔട്ട് ചെയ്യണം. ശരി സാർ. എൻ്റെ ബ്രദറിലോ ആദിത്യൻ്റെ നമ്പരാ. അവൻ കാലത്ത് എങ്ങോട്ട് പോയിട്ടുണ്ട്, എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയണം. ശരി സാർ. അപ്പൊ അത് അവനായിരുന്നല്ലേ? പൊറ്റിച്ചു കളഞ്ഞല്ലോ തെമ്മാടി. ഡബിൾ 9466.
എന്താ ദത്തേട്ടാ? ആമി, നമുക്ക് ഈ വീടൊന്ന് ചുറ്റിക്കണ്ടാലോ? ചുറ്റിക്കാണാനോ? ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പൂതി? ദത്തേട്ടൻ എന്താ ഈ വീട് ഇതുവരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. എന്നാലും ഇതൊന്ന് പെയിന്റ് ചെയ്താൽ കൊള്ളാന്നൊരു തോന്നല്. താന്ന് കൂടെ വന്നേ, വാ. എന്താ ദത്ത? ഒന്നുമില്ല മുത്തശ്ശി, വീടേ ആകെ ഒന്ന് മുഷിഞ്ഞു. ഞാനൊരു റീപെയിന്റിന്റെ കാര്യം പറയായിരുന്നു. അതിന് കഴിഞ്ഞ വർഷമല്ലേ ഇത് പെയിന്റ് ചെയ്തേ? എന്നാൽ ആകെ ഒന്ന് മങ്ങി. താ വന്നേ, നമുക്ക് നോക്കാം. എന്നാ പിന്നെ ഞാനും കൂടെ വരാം. മുത്തശ്ശി ബുദ്ധിമുട്ടുണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ഞാനില്ലാതെ പോയി നിങ്ങളാ ബുദ്ധിമുട്ടാൻ പോകുന്നേ. എന്താ? താക്കോൽ എന്റെ കയ്യിലല്ലേ? ഞാൻ എടുത്തോണ്ട് വരാം, നിങ്ങൾ നടന്നോ. താക്കോലെല്ലാം ഉണ്ട്. നിങ്ങൾ വരൂ, ഓരോ മുറിയായിട്ട് ഞാൻ കാണിച്ചു തരാം. വാ. ഇവിടെ നല്ല കാലിച്ചുണ്ടല്ലോ. അത് കാലിച്ചൊന്നുമല്ല, നെഴല് വീണ് കിടക്കുന്നതാ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം അവസാനമാ പെയിന്റ് അടിച്ച്. ആദ്യക്കുട്ടന് അതൊക്കെ നിർബന്ധമാ. എന്താ ഇത്? കണ്ടാൽ അറിഞ്ഞൂടെ ബില്ല്? അമ്മേ, ഓ, രാവിലെ ഗുളി കഴിച്ചില്ലല്ലോ. ദാ. ഇതൊക്കെ എടുത്ത് നോക്കുന്നവള്ള. ഒരു സാധനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ വെറുതെ അവൻ വരുമ്പോ ചുണ്ടി പിടിക്കും. അതുകൊണ്ടല്ലേ അവൻ ഇവിടെ ഇല്ലാത്തപ്പോ ഞങ്ങൾ ആരും ഇങ്ങോട്ട് വരാത്തെ. ലാളിച്ച് ഈ മുത്തശ്ശി അവനെ വഷളാക്കി വച്ചിരിക്കുക. ഞാനല്ലാതെ അവനെ വാത്സല്യിക്കാൻ വേറെ ആരടിയുള്ള? പരിശോധന കഴിഞ്ഞില്ലേ ദത്ത?